So last day we were discussing about a mountaineering experience. Uh, it was an essay written by Maurice Herzog. We have already discussed it till the page number 28. So today we are continuing. Last we have seen that Maurice Herzog was explaining how difficult a mountaineering task is. So today we are moving on to the next paragraph, and let us see what was happened during the rest of their journey. A crack suddenly opened in the snow under the feet of Sherpas. ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഇവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആളുകളാണ്. എ ക്രാക്ക് സഡൻലി ഓപ്പൺഡ് ഇൻ ദ സ്നോ അണ്ടർ ദ ഫീറ്റ് ഓഫ് ദ ഷെർപ്പാസ് ആൻഡ് ഗ്രൂ ലോങ്ങർ ആൻഡ് വൈഡർ. അപ്പം ഇവരിങ്ങനെ ഇവരുടെ ഒപ്പം ഈ ഷെർപ്പാസ് നടക്കുന്ന അവരുടെ കാൽപാദങ്ങൾക്ക് അടിയിലായിട്ട് എന്തുണ്ടായി? ഒരു ക്രാക്ക്, ഒരു വിള്ളൽ, മഞ്ഞുപാളിയുടെ ഒരു വിള്ളൽ ഉണ്ടായി. എന്ന് വെച്ചാൽ എന്താ? ഗ്രൂ ലോങ്ങർ ആൻഡ് വൈഡർ. ഗ്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗ്രൂ എന്ന് വെച്ചാൽ വളർന്നു. ലോങ്ങർ ആൻഡ് വൈഡർ എന്ന് വെച്ചാൽ എന്താ? നീളത്തിലും. അതുപോലെ തന്നെ വൈഡർ എന്ന് വെച്ചാൽ എന്താ? വീതിയേറിയും. അപ്പോൾ അതിനെങ്ങനെയാണ് ആ വിള്ളൽ പെട്ടെന്ന് പെട്ടെന്ന് മഞ്ഞിൻ്റെ അകത്ത് ഇങ്ങനെ വിള്ളൽ വീഴുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അതിന് നീളം കൂടുകയും വീതി കൂടുകയും ഒക്കെ പെട്ടെന്ന് ചെയ്യും. അത് വലുതായിക്കൊണ്ടേ ഇരിക്കും. Through my mind was flashing the thought of rushing up the slope to reach the solid ground above the crack. Through my mind was flashing. ഇപ്പം ഇദ്ദേഹം പറയും എൻ്റെ ഉള്ളിലൂടെ, ത്രൂ മൈ മൈൻഡ്, എൻ്റെ മനസ്സിലൂടെ, ഫ്ലാഷിംഗ് ദ തോട്ട് ഓഫ് റഷിംഗ് ദ സ്ലോപ്പ് ടു റീച്ച് ദ സോളിഡ് ഗ്രൗണ്ട് എബോവ് ദ ക്രാക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ? ഇതിനെ താണ്ടി ഇങ്ങനെ ഉണ്ടായ ആ ക്രാക്ക്, അതിനെ താണ്ടി എന്താ? ഒരു സോളിഡ് ഗ്രൗണ്ട്, നല്ല ഉറപ്പുള്ള ഒരു നിരപ്പിൽ എത്തിച്ചേരാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ പോയി. വെൻ ഓൾ ഓഫ് എ സഡൻ ഐ വാസ് ലിഫ്റ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഉയർത്തപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് എന്ത് പറ്റി? വെൻ ഓൾ ഓഫ് എ സഡൻ എന്ന് വെച്ചാൽ പെട്ടെന്ന്. ഐ വാസ് ലിഫ്റ്റഡ്, ഞാൻ ഉയർത്തപ്പെട്ടു. ഐ വാസ് ലിഫ്റ്റഡ് അപ്പ് വിത്ത് ടെറിഫിക് ഫോഴ്സ്. ടെറിഫിക് എന്ന് വെച്ചാൽ ഭയാനകമായിട്ടുള്ള, ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു വലിയ ബലം, ശക്തി. അപ്പം ഒരു ഭയാനകമായ ശക്തിയോടെ ഞാൻ ഉയർത്തപ്പെട്ടു, വായുവിൽ ഞാൻ ഉയർത്തപ്പെട്ടു. ആൻഡ് ആസ് ദ ഷെർപ്പാസ് ഡിസപ്പിയർഡ്, ഷെർപ്പാസിനെ പെട്ടെന്ന് കാണാതെയായി. ഫ്ലങ് ഹെഡ് ഓവർ ഹീൽസ്, മൈ ഹെഡ് ഹിറ്റ് ദ ഐസ്, എൻ്റെ തല ചെന്ന് ഐസിൽ ചെന്ന് ഇടിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പൊങ്ങി തെറിക്കപ്പെട്ടു. ഈ നടന്നുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് പൊങ്ങി തെറിക്കപ്പെട്ടു. ഷെർപ്പാസിനെ എനിക്ക് കാണാൻ പറ്റാതായി. എൻ്റെ തല പോയിട്ട് മഞ്ഞുകട്ടയിൽ ഇടിച്ചു വീണു. ദെൻ മൈ ലെഫ്റ്റ് തൈ, ആദ്യം എൻ്റെ തല ഇടിച്ചു, രണ്ടാമത് എൻ്റെ ഇടത്തെ തുട. തൈ മീൻസ് തുട. ഐ കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ആസ് ഐ സ്പൺ അറൗണ്ട് ആൻഡ് റൗണ്ട്. എനിക്കിപ്പോൾ എന്താ? ശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കുഡ് നോ ലോങ്ങർ ബ്രീത്ത്, എന്നെക്കൊണ്ട് ഇനി അധികം ശ്വസിക്കാൻ പറ്റില്ല. ഐ സ്പൺ റൗണ്ട് ആൻഡ് റൗണ്ട്, catching a flash of the sun's blinding light through the snow past to my eyes. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ്റെ ഒരു ചെറിയ പ്രകാശത്തിൻ്റെ ഒരു ഫ്ലാഷ്, അത് എൻ്റെ കണ്ണിനെ താണ്ടി കടന്നുപോയി. പാസ്റ്റ് മീൻസ് താണ്ടി കടന്നു പോവുക, കഴിഞ്ഞു പോവുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പം എൻ്റെ കണ്ണിനെ താണ്ടി കഴിഞ്ഞുപോയി. ദ റോപ്പ് ജോയിനിങ് മീ ടു ദ ഷെർപ്പാസ് കോയിൽഡ് അറൗണ്ട് മൈ നെക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു മൗറിസ് ഹെർസോഗ് അവരെല്ലാം അരയിലൊരു കയറ് കെട്ടിയിട്ടുണ്ട്, കാരണം കൂട്ടം വിട്ടു പോകാതിരിക്കാൻ. അപ്പം ആ റോപ്പ് എന്ന് വെച്ചാൽ വടം, ആ കയറ് എന്നെ ഷെർപ്പാകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ വടം. കോയിൽഡ് റൗണ്ട് മൈ നെക്ക്, അതെൻ്റെ കഴുത്തിൽ കുടുങ്ങി. നെക്ക് മീൻസ് കഴുത്ത്. കോസിങ് അൺബെയറബിൾ എന്ന് വെച്ചാൽ അസഹനീയമായ, സഹിക്കാനാവാത്ത എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അൺബെയറബിൾ. സഹിക്കാനാവാത്ത വേദന എനിക്ക് അനുഭവപ്പെട്ടു. കോസിങ് അൺബെയറബിൾ പെയിൻ ആൻഡ് ത്രെട്ടണിങ് സ്ട്രാങ്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും കഴുത്തിൽ പിടിച്ച് ഞെക്കിയാൽ എന്നാ ഉണ്ടാകുന്നത്, ആ ഒരു ബുദ്ധിമുട്ട്. അതിനെയാണ് സ്ട്രാങ്കുലേഷൻ എന്ന് പറയുന്നത്. കൊങ്ങായിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ട്രാങ്കുലേഷൻ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു. സഹിക്കാനാവാത്ത വേദനയും അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിക്കുള്ള ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ക്രാഷ്ഡ് ഇൻ ടു സോളിഡ് ഐസ്. ഞാൻ വീണ്ടും എന്നാ ചെയ്തു? ആ വായുവിലായിട്ട് ഉയർത്തപ്പെടുകയും ഐസിൽ ഇടിച്ച് താഴെ വീഴുകയും ചെയ്യപ്പെട്ടു. ദ സ്നോ ക്രഷിങ് മീ ഓൾ ദ വൈൽ. ഓരോ തവണ വീണപ്പോഴും മഞ്ഞിലിടിച്ചു. സ്നോ മീൻസ് മഞ്ഞ്. ദെൻ ദ ടൈറ്റനിങ് റോപ്പ് ബ്രോഡ് മീ ടു എ സ്റ്റോപ്പ്. ഒടുവിൽ എന്ത് ചെയ്തു? ഞാനങ്ങനെ പൊങ്ങിച്ചാടി പന്ത് പോലെ ഇങ്ങനെ തെറിച്ച് അവസാനം എന്ത് ചെയ്തു? അവസാനം ഈ റോപ്പ്, ഈ കയറ് എന്നെ ടൈറ്റൻ ചെയ്തു.
അങ്ങനെ അതിൽ തൂങ്ങി ഞാനൊരു തരത്തിൽ നിന്നു. ഐ ഓപ്പൺഡ് മൈ ഐസ് ടു ഫൈൻഡ് മൈസെൽഫ് ഹാങ്ങിങ് ഹെഡ് ഡൗൺവേർഡ്സ് ഇൻ എ ക്ലെഫ്റ്റ് ഇൻ ദ ബ്ലൂ ഐസ്. ഐ ഓപ്പൺഡ് മൈ ഐസ് ടു ഫൈൻഡ് മൈസെൽഫ്. ഒടുവിൽ ഞാനിങ്ങനെ പാതി ബോധത്തിൽ കണ്ണ് തുറക്കും. ഐ ഓപ്പൺഡ് മൈ ഐസ് ടു ഫൈൻഡ് മൈസെൽഫ് ഹാങ്ങിങ്. ഹാങ്ങിങ് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുക. ഹാങ്ങിങ് ഹെഡ് ഡൗൺവേർഡ്സ് എന്ന് വെച്ചാൽ എന്താ, തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുക. ഇൻ എ ക്ലെഫ്റ്റ് ഇൻ ദ ബ്ലൂ ഐസ്. നീല കളറിലുള്ള ഐസിനെ മുകളിലായിട്ട് ഞാനിങ്ങനെ തലയും കുത്തി കിടക്കുവാണ്, കയറിൽ തൂങ്ങി. ആസ് ഐ പുട്ട് ഔട്ട് മൈ എൽബോസ്. എൽബോസ് എന്ന് വെച്ചാൽ മുട്ട്. ഐ പുട്ട് ഔട്ട് മൈ എൽബോസ്, കൈമുട്ടിനാണ് എൽബോ എന്ന് പറയുന്നത്. എൽബോസ് ടുവേഴ്സ് ദ വോൾസ്. വോൾസ് എന്ന് വെച്ചാൽ ഈ മഞ്ഞ് പാളികൾ എന്നുള്ള മീനിങ്ങിലാണ്. ട്രൈങ് ടു സ്റ്റോപ്പ് ദ ഹൊറിബിൾ പെൻഡുലം മോഷൻ സ്വിങ്ങിങ് മീ ഫ്രം സൈഡ് ടു സൈഡ്. അപ്പം നമുക്കറിയാം ഈ പെൻഡുലം, നിങ്ങൾ ഫിസിക്സിലൊക്കെ കാണുന്നതാണ് പെൻഡുലം, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെൻഡുലം പോലെ ഞാൻ ഇത്ര നേരം കിടന്ന് ആടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പെൻഡുലം പോലെയുള്ള ഈ ആട്ടം നിർത്താനായിട്ട് ഞാൻ എന്നാ ചെയ്തു, ഞാൻ എൻ്റെ കൈമുട്ടുകൾ ഐസിൽ ഊന്നി. കാരണം ഞാനിങ്ങനെ പൊങ്ങിത്തെറിച്ച് വീഴുന്ന ഈ പ്രക്രിയ നിൽക്കാനായിട്ട്. ഐ കോട്ട് എ ഗ്ലിംസ് ഓഫ് ദ ഫൈനൽ സ്ലോപ്സ് ഓഫ് ദ കൊളൈസ് ബെനീത്ത് മീ. മൈ ബ്രീത്തിങ് സ്റ്റഡീഡ്. ഇപ്പോൾ എന്തായി, എൻ്റെ ശ്വാസോച്ഛ്വാസം ഒന്ന് നേരെയായി, സ്റ്റഡീഡ് നേരെയായി. ആൻഡ് ഐ ബ്ലെസ് ദ റോപ്പ് വിച്ച് ഹാഡ് സ്റ്റുഡ് ദ സ്ട്രെയിൻ. അതുപോലെ തന്നെ എനിക്ക് തോന്നി ഈ റോപ്പ് മൂലമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ആ റോപ്പിനെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. ഐ ബ്ലെസ്ഡ് ദ റോപ്പ് എന്ന് വെച്ചാൽ ഞാൻ ആ റോപ്പിനെ പുഴ്ത്തി, ആ കയറിനെ പുഴ്ത്തി. അതില്ലാഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പം ചത്തേനെ. നൗ ടു ഗെറ്റ് ഔട്ട്. മൈ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് വെയർ നമ്പ്. നൗ ടു ഗെറ്റ് ഔട്ട്. മൈ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് വെയർ നമ്പ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പാദങ്ങൾ. ഫൂട്ടെന്ന് പറഞ്ഞാൽ പാദം, ഫീറ്റ് എന്ന് പറഞ്ഞാൽ പാദങ്ങൾ. ഫൂട്ട് വെയർ എന്ന് നിങ്ങൾ കാണാറുണ്ട്, പാദങ്ങളിൽ ധരിക്കുന്ന എന്നൊരു മീനിങ്ങിലാണ് ഫൂട്ട് വെയർ. ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഫൂട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. ഫൂട്ടിൻ്റെ പ്ലൂറലാണ് ഫീറ്റ്. ഫൂട്ടെന്ന് വെച്ചാൽ ഒന്ന്, ഫീറ്റെന്ന് വെച്ചാൽ രണ്ട് പാദവും കൂടെ കൂടിച്ചേരുന്നതാണ്. ഫൂട്ടെന്ന് നോക്കുമ്പോൾ ഒരു പാദം, ഫീറ്റെന്ന് വെച്ചാൽ രണ്ട് പാദങ്ങൾ. ഇപ്പം എൻ്റെ പാദങ്ങളും കൈകളും എന്തായി, നമ്പെന്ന് വെച്ചാൽ എന്താ, അതിപ്പം സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്, സ്തബ്ധിച്ചിരിക്കുക. ബട്ട് ലിറ്റിൽ നിക്സ് ഇൻ ദ ഐസ് ഗേവ് സം ഹോൾഡ് ഫോർ അലൈസ് ദ എഡ്ജസ് ഓഫ് മൈ ബോട്ട്സ്. ബൈ ഫ്രണ്ട്സീഡ് ജെക്സ് ഐ ഫ്രീഡ് മൈ ലെഫ്റ്റ് ലെഗ് ഫ്രം ദ റോപ്പ്. ഞാൻ ഒരു തരത്തിൽ എന്നാ ചെയ്തു, എൻ്റെ ഇടത്തെ കാല് റോപ്പിൽ നിന്നും ഒരു തരത്തിൽ ഊരി. റൈറ്റഡ് മൈസെൽഫ്. എന്നിട്ട് ഞാൻ എന്നാ ചെയ്തു, ശരിയാക്കി. ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് എ യാർഡ് ഓർ ടു. യാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് പറയുന്നതാണ്, ആ ദൂരത്തെ കാണിക്കുന്നതാണ്. നമ്മളിങ്ങനെ ഒരടി രണ്ടടി എന്നൊക്കെ പറയുന്ന പോലത്തെ ദൂരം കാണിക്കുന്നതാണ്, മെഷർമെൻറ്റാണ് യാർഡ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2-3 യാർഡ് മുന്നോട്ട് നീങ്ങി. ക്ലൈംബ്ഡ് അപ്പ് എ യാർഡ് ഓർ ടു. ആഫ്റ്റർ എവരി മൂവ് ഐ ഹാഡ് ടു പോസ്. പക്ഷേ 2-3 അടി വെച്ച് കഴിയുമ്പോൾ എന്താ, ഞാൻ അവിടെ നിന്ന് ഞാൻ സ്റ്റോപ്പായിപ്പോയി. കൺവിൻസ്ഡ് ദാറ്റ് ഐ വാസ് അറ്റ് ദ എൻഡ് ഓഫ് മൈ ഫിസിക്കൽ സ്ട്രെങ്ത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ശാരീരിക ശക്തിയുടെ അവസാനത്തെ ബലവും ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എനിക്കില്ല, എൻ്റെ സർവ്വശക്തിയും ഞാൻ പ്രയോഗിച്ചു. ആ ഒരു രീതിക്കാണ് ഞാൻ നിന്നിരുന്നത്. ഗെയിനിങ് എന്ന് വെച്ചാൽ നേടുക. ഗെയിനിങ് എ ഫ്യൂ ഇഞ്ചസ് വിത്ത് അനദർ ഡെസ്പറേറ്റ് എഫേർട്ട്. ഐ ഫെൽറ്റ് ഡെസ്പറേറ്റ് എന്ന് വെച്ചാൽ നിരാശാപൂർവമായിട്ടുള്ള എഫേർട്ട്, പരിശ്രമം. ഐ ഫെൽറ്റ് സംതിങ് ഗീവ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റോപ്പ്. അപ്പോൾ ഒടുവിൽ നിരാശാജനകമായിട്ടുള്ള പല പരിശ്രമങ്ങൾക്കൊടുവിൽ എന്നെ ചെയ്തു, ഐ ഫെൽറ്റ് സംതിങ് ഗീവ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റോപ്പ്. എനിക്ക് തോന്നി ഈ ഞാൻ പിടിച്ചേക്കുന്ന എന്നെ കെട്ടിയേക്കുന്നതിൻ്റെ ബാക്കിയുള്ള കയറ് അതിൻ്റെ അങ്ങേയറ്റത്ത് എന്തോ ഉണ്ടെന്ന് തോന്നി. നോ ഡൗട്ട് ദ ബോഡീസ് ഓഫ് ദ ഷെർപ്പ്. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, അതിൻ്റെ അങ്ങേപ്പുറത്ത് ആരുടെയാ, ഇത് ഷെർപ്പാസും ഇവനെയും തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കയറ്. അപ്പോൾ ഇതിൻ്റെ അങ്ങേ തലയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന ആരാ, ഷെർപ്പാസ്. ഐ ട്രൈ ടു കോൾ ബട്ട് സ്കേഴ്സ്ലി ബ്രോക്ക് ദ ഡെത്ത് ലൈക്ക് സൈലൻസ്. ഞാൻ അവരെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു മരണപരമായിട്ടുള്ള ഒരു മൂകതയാണ് അവിടെ ഫീൽ ചെയ്തത്. ദെൻ കോൺഷ്യസ് ഓഫ് മൂവിങ് എ ഷാഡോ ഐ ലുക്ക്ഡ് അപ്പ്. ദെൻ കോൺഷ്യസ് ഓഫ് എ മൂവിങ് ഷാഡോ. ദെൻ കോൺഷ്യസ് എന്ന് വെച്ചാൽ ബോധം. ദെൻ കോൺഷ്യസ് ഓഫ് എ മൂവിങ് ഷാഡോ എന്ന് വെച്ചാൽ ഒരു നിഴൽ അനങ്ങുന്ന ഒരു ബോധത്തോടെ ഐ ലുക്ക്ഡ് അപ്പ്, ഞാൻ നോക്കി. ആൻഡ് ദെയർ വെയർ 2 ഡാർക്ക് faces framed by the eyes against the background of blue sky. Eila and Sarki. അപ്പം
ഞാൻ ആ നിഴലടങ്ങുന്ന ബോധത്തോടു കൂടി ഞാൻ നോക്കിയപ്പോൾ ആരാ രണ്ട് ഡാർക്ക് ഫേസസ്, രണ്ട് ഇരുണ്ട മുഖങ്ങൾ കണ്ടു. അതാരൊക്കെയായിരുന്നു? എയ്ല ആൻഡ് സാർക്കി. ദേ വെയർ സേഫ് ആൻഡ് സൗണ്ട്. അവർ വളരെ സുരക്ഷിതരാണ്. ദേ വെയർ സേഫ്. സേഫ് മീൻസ് സുരക്ഷിതരാണ്. സൗണ്ട് മീൻസ് അവർ ആരോഗ്യവാന്മാരെന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ സൗണ്ട് എന്നല്ല, ശബ്ദം എന്നുള്ള മീനിങ് അല്ല. ആൻഡ് ദേ വെയർ സേഫ് ആൻഡ് ഹെൽത്തി ആൻഡ് അറ്റ് വൺസ് സെറ്റ് അബൌട്ട് റെസ്ക്യൂയിങ് മീ. ആൻഡ് അറ്റ് വൺസ് സെറ്റ് അബൌട്ട് റെസ്ക്യൂയിങ് മീ. അവരെന്തിനാണ് ഇപ്പോൾ നിൽക്കുന്നത്? എന്നെ രക്ഷിക്കാൻ. റെസ്ക്യൂയിങ് മീൻസ് സേവിങ്. റെസ്ക്യൂയിങ് മീൻസ് സേവിങ്. ഐ വാസ് ഇൻകേപ്പബിൾ ഓഫ് ഗീവിങ് അഡ്വൈസ്. ഞാനിപ്പോൾ എങ്ങനെയാണ്? ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മൗണ്ടനെയർ ആണെങ്കിലും ഞാനിപ്പം അഡ്വൈസ് നൽകാൻ കഴിവുള്ള ആളല്ല. ഇൻകേപ്പബിൾ മീൻസ് കഴിവില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അതിനുള്ള ഇപ്പോൾ എനിക്കൊരു കഴിവില്ല. ഞാനിപ്പോൾ അതിനുള്ളൊരു കഴിവിലല്ല ഇരിക്കുന്നത് അഡ്വൈസ് നൽകാൻ. അഡ്വൈസ് മീൻസ് ഉപദേശം. ഇപ്പോൾ ഇവർക്ക് ഉപദേശം കൊടുക്കാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല. ബട്ട് സ്ലോവിലി സോ ആസ് നോട്ട് ടു ഹേർട്ട് മീ. They hold until at last I was out. Then I collapsed on the snow. അവരെന്നെ സഹായിച്ചു ഈ സ്നോയിൽ നിന്ന് പുറത്ത് കടക്കുള്ളൂ. Then I collapsed on the snow. ഒടുവിൽ എന്നെ സ്നോയിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ഞാൻ അതിൽ കുഴഞ്ഞു വീണു. കൊളാപ്സ്ഡ് മീൻസ് കുഴഞ്ഞു വീഴുക. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് സീംഡ് ദാറ്റ് ദ റോപ്പ് ഹാഡ് കോട്ട് അക്രോസ് എ റിഡ്ജ് ഓഫ് ഐസ്. ഇപ്പോൾ എനിക്ക് തോന്നി ഈ ആ റോപ്പ് ഐസിൻ്റെ ഒരു വലിയ കട്ടയിൽ ഉടക്കിയിരിക്കുന്നതായിട്ട് തോന്നി. വിത്ത് ദ ഷെയർപാസ് ആൻഡ് മൈസെൽഫ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഐസിൻ്റെ ഒരു കട്ടയിൽ ഇത് ഉടക്കിയിരിക്കുന്നു. ഒരു സൈഡിൽ ഷെയർപാസ് തൂങ്ങിക്കിടക്കുന്നു, മറ്റേ സൈഡിൽ ഞാൻ. അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ നെരുവിടെ ഞാൻ കിടന്നു. ഈഫ് അവർ വെയ്റ്റ്സ് ഹാഡ് നോട്ട് ബാലൻസ്ഡ്. ഇപ്പം അവർ രണ്ടുപേരുടെ വെയിറ്റും എൻ്റെ വെയിറ്റും തമ്മിൽ ബാലൻസ് ചെയ്തില്ല. രണ്ടും തുല്യമായതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. അല്ലെങ്കിൽ എന്നാ പറ്റും? If our weights had not balanced, we should have held down another 1,500 feet. അപ്പം ഇതിൽ ആർക്കെങ്കിലും ഷെയർപാസിൻ്റെ രണ്ടുപേരുടെയും കൂടെ വെയിറ്റ് ഇയാളെക്കാളും കൂടുതലായിരുന്നെങ്കിൽ എന്നാ പറ്റിയാനെ? ഷെയർപാസിൻ്റെ സൈഡിലോട്ട് എല്ലാവരും കൂടെ വീണേനെ. റോപ്പ് അങ്ങേ സൈഡിലോട്ട് വലിയുകയും അവർ 1500 അടി താഴ്ചയിലേക്ക് വീഴുകയും ചെയ്തേനെ. ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇതുപോലെ തന്നെ ഇരുന്നേനെ. പക്ഷേ രണ്ടുപേരുടെയും വെയിറ്റ് ഏകദേശം ബാലൻസ് ചെയ്യുന്ന തുല്യമായ അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് തൂങ്ങിക്കിടന്നത്. All was confusion. I was mortally afraid of Rebuffat. എല്ലായിടത്തും പിന്നെ ആശങ്ക നിറഞ്ഞേക്കുക. ഓൾ വാസ് കൺഫ്യൂഷൻ. എല്ലാവരും കൺഫ്യൂഷനിലായിരുന്നു. ഐ വാസ് മോർട്ടലി അഫ്രൈഡ് ഫോർ റിബുഫാറ്റ്. ഇപ്പോൾ റിബുഫാറ്റിനെ ഓർത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തു, അത് അവനിപ്പോൾ എന്തെങ്കിലും പറ്റിയോ, അവനെക്കുറിച്ച് മരണം വരെ സംഭവിച്ചോ, ഇങ്ങനൊരു ചിന്തയുണ്ടായി. ഫോർ ഹി വാസ് അൺറോപ്ഡ്. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നമ്മൾ റോപ്പ് ചുറ്റിയിട്ടില്ല. ബട്ട് ദെയർ ഹി വാസ് 100 yards away കോളിംഗ് ടു മീ. പക്ഷെ അവനെവിടെയായിരുന്നു? 100 യാർഡ് അകലിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് ഗ്രേറ്റ്ലി റിലീവ്ഡ് എന്ന് വെച്ചാൽ ആശ്വസിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് തന്നെ സ്വയം ഒരു ആശ്വാസം തോന്നി. ബട്ട് ഹാഡ് നോ സ്ട്രെങ്ത് ടു റിപ്ലൈ ആസ് ഐ ലേ ഫ്ലാറ്റ് ആൻഡ് സെമി കോൺഷ്യസ് എന്ന് വെച്ചാൽ ബോധം എന്ന് പറഞ്ഞു. സെമി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു പകുതി ബോധത്തിൽ. അപ്പോൾ എനിക്ക് പക്ഷേ ഇപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിബുഫാറ്റ് എന്നെ വിളിക്കുന്നുണ്ട് 100 യാർഡ് അകലെന്ന്. പക്ഷേ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എനിക്ക് പാതി ബോധമേ ഉള്ളൂ, പാതി ക്ഷീണത്തിലാണ്. We had been swept down about 500 feet and another avalanche എന്ന് ഞാൻ പറഞ്ഞ ബിഗ് എക്സ്പ്ലോഷൻ ഓഫ് സ്നോ ആണ്. We had been swept down about 500 feet. അപ്പം ഞങ്ങൾ 500 അടിയോളം തുടച്ചു മാറ്റപ്പെട്ടു. ആൻഡ് അനദർ അവലാഞ്ചെ മൈറ്റ് കം അറ്റ് എനി മിനിറ്റ്. അപ്പോൾ 500 അടിയോളം ഞങ്ങൾ ഒരു തരത്തിൽ നീങ്ങി. അന്നേരം എന്ത് പറ്റി? അടുത്ത ഇത് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത അവലാഞ്ചെ വരാൻ ചാൻസ് ഉണ്ട്. ഐ സെറ്റ് ടു ദ ഷെയർപാസ് നൗ ഡോക്ടർ സാഹിബ് വെരി ക്വിക്ക്. ഞാനപ്പോൾ ഷെയർപാസിനോട് പറഞ്ഞു ഇപ്പം ഇനി അടുത്ത അവലാഞ്ചയ്ക്കുള്ള ടൈമായി. അപ്പോൾ ആ ഷെയർപാസിനാണ് ഇവിടെ മുമ്പേ കണ്ട എയ്ല ആൻഡ് സാർക്കി എന്നുള്ളത്. ആ രണ്ട് ഷെയർപാസാണ്. ഇദ്ദേഹത്തെ രണ്ട് സൈഡിൽ ഷെയർപാസ് രണ്ടുപേരും ഒരറ്റത്തും ഇദ്ദേഹം ഒരറ്റത്തുമായിട്ട് വീണു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഷെയർപാസിൻ്റെ പേരാണ് മുമ്പേ പറഞ്ഞ എയ്ല ആൻഡ് സാർക്കി. അപ്പം ഇദ്ദേഹം ഈ ഷെയർപാസിനോട് പറഞ്ഞു ഇനി അടുത്ത അവലാഞ്ച് വരാൻ ചാൻസ് ഉണ്ട് ഒരു 500 അടി നടന്നതിന് ശേഷം. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ അവർ ഇദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു നൗ ഡോക്ടർ സാഹിബ് ക്യൂക്ക് വെരി ക്യൂക്ക്. മൈ ലെഫ്റ്റ് ആം വാസ് പ്രാക്ടിക്കലി യൂസ്ലെസ്. ഇപ്പോൾ ഇപ്പം ഇദ്ദേഹം പറയുവാണ് എൻ്റെ ഇടത്തെ കൈ, ആം മീൻസ് കൈ, ലെഫ്റ്റ് ആം ഇടത്തെ കൈ, എൻ്റെ ഇടം കൈ ഇപ്പം പ്രായോഗികമായിട്ട് ഉപകാരപ്പെടുകയില്ല എന്നിവൻ പറയും. ഇത് എൽബോ ബ്രോക്കൺ ഓർ നോട്ട് ഹാർഡ് സീസ്ഡ് അപ്പ്. എൽബോ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞു കൈ മുട്ടാണ് എൽബോ എന്ന് പറഞ്ഞാൽ. എൽബോ എങ്ങനെയാണ്? എൽബോ ബ്രോക്കൺ ഒടിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹാർഡ് സീസ്ഡ് മീൻസ് സ്റ്റോപ്ഡ് അപ്പ്. റിബുഫാറ്റ് സ്റ്റാർട്ടഡ് ഡൗൺ സ്ലോലി ടു മീറ്റ് എസ്. റിബുഫാറ്റിനെ ചെയ്തു അവൻ പതുക്കെ വന്നു. എന്തിനാ? ഞങ്ങളെ കണ്ടുമുട്ടാനായിട്ട്. ഹി ഹാഡ് ടു പ്ലേസ് ഹിസ് ഫീറ്റ് അലോൺ ആൻഡ്
മൈ ഹാർട്ട് ആക്ട് ടു സീ ഹിം വാക്കിംഗ് സോ. അപ്പം എൻ്റെ ഹൃദയവും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നു എന്നുള്ള പറയുന്നതാണ് ഹാർട്ട് ആക്കിൻ്റെ ഹൃദയം മിടിച്ചു. ടു സീ ഹിം വാക്കിംഗ് സോ. അപ്പം അവനെ കാണാനായിട്ട് എൻ്റെ ഹൃദയവും മിടിച്ചുകൊണ്ടിരുന്നു. ഹി ടു ഹാർട്ട് ഫോളൻ ആൻഡ് ബ്ലഡ് വാസ് ഊസിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ബ്ലഡ് വാസ് ഊസിങ് ഫ്രം ദ കോർണേഴ്സ് ഓഫ് ഹിസ് മൗത്ത്. അവനും വീണിരുന്നു. റിബൂഫാറ്റിൻ്റെ നേരത്ത് വടമൊന്നും ഇല്ലാഞ്ഞു, കയറൊന്നും ഇല്ലാഞ്ഞു. അവനും വീണിരുന്നു. അവൻ്റെ ദേഹത്ത് നിന്നിങ്ങനെ അവൻ്റെ മൗത്തിൽ നിൻ്റെ പല ഭാഗത്തു നിന്നും എന്ത് വരികയാണ്? ബ്ലഡ് വരികയാണ്. ഊസിങ് ഒഴുകുക. എയ്ലാസ് പെയർ ഡിഡ് വെൽ എനഫ് ഫോർ മീ ആൻഡ് അൺറെസിസ്റ്റിംഗ്ലി ബോത്ത് ഓഫ് us had lost our glasses. ഒരു മിനിറ്റ്, അതിന് ഒരു സെൻസ് വിട്ടു പോയതാണ്. ബോത്ത് ഓഫ് us had lost our glasses. ഇപ്പോൾ ഈ സൺലൈറ്റ് അടിക്കുന്നതും ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഐസിൽ കൂടെ പോകണമെങ്കിലും അതിന് സ്പെഷ്യൽ സൺഗ്ലാസസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അവിടെയുള്ള ഇവൻ്റെ ഗ്ലാസ് പോയിരുന്നു. അപ്പം ഇവൻ്റെ കൂടെയുള്ള ഷെയർപാസിൽ ഒരാളായ എയിലായുടെ കയ്യിൽ ഒരു സ്പെയർ ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ സൺഗ്ലാസ് വെക്കുകയാണ്. ആൻഡ് അൺറെസിസ്റ്റിംഗ്ലി സാർക്കി എയിലാസ് പെയർ ഡിഡ് വെൽ ഇനഫ് ഫോർ മീ ആൻഡ് അൺറെസിസ്റ്റിംഗ്ലി സാർക്കി ഗേവ് ഹിസ് ടു റിബൂഫാറ്റിന് ഇതുപോലെ ഗ്ലാസ് പോയിരുന്നു. റിബൂഫാറ്റിന് ആര് കൊടുത്തു? മറ്റേ ഷെർപ്പായിട്ടുള്ള സാർക്കി കയ്യിലുള്ള പെയർ ഗ്ലാസ് മറ്റൊരു ജോഡിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അവനും കൊടുത്തു. ദ ഷെർപ്പാസ് ഹെൽഡ് മീ അപ്പ് ഫ്രം ബിഹൈൻഡ് ആൻഡ് ഐ സ്റ്റാഗേഡ് എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കപ്പെടുക. ദ ഷെർപ്പാസ് ഹെൽഡ് മീ ഫ്രം ബിഹൈൻഡ്. ഷെർപ്പാസ് എന്നാ ചെയ്തു? എന്നെ പുറകിൽ നിന്ന് പിടിച്ചു. ഐ സ്റ്റാഗേഡ് ഓൺ ആസ് ബെസ്റ്റ് ഐ കുഡ് സ്കേർട്ടിംഗ് ദ അവലാഞ്ച് ടു ഗെയിൻ അവർ ഓൾഡ് ട്രാക്ക്. ഹൗ ഓൺ എർത്ത് ഷുഡ് വി ഗെറ്റ് ഡൗൺ ദ ഫസ്റ്റ് ഐസ് വോൾ? അപ്പം ചോദിക്കുന്നത് ഹൗ ഓൺ എർത്ത് ഷുഡ് വി ഗെറ്റ് ഡൗൺ ദ ഫസ്റ്റ് ഐസ് വോൾ? Hold me well because I said to the Sherpas, showing them my hands. അപ്പം ഹോൾഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചോ, എന്നെ നന്നായിട്ട് പിടിച്ചോ. ഹോൾഡ് മീ വെൽ. ഷെയർപാസിനോട് ഞാൻ പറയുന്നത് എന്നെ നല്ലപോലെ പിടിച്ചോ, അടുത്ത അവലഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ദ ഫിക്സഡ് റോപ്പ് ഹാങ് ടു ദ പിറ്റോൺ ഇൻ ദ വോൾ. പിറ്റോൺ എന്ന് വെച്ചാൽ കുറ്റി എന്നൊരു മീനിങ്ങിലാണ്. അവന്മാരവിടെ ഒരു കുറ്റി അടിച്ചു വെച്ചു. ആ കുറ്റിയിലാണ് നീ കയറ് ഉറപ്പിച്ചിരിക്കുന്നത്. മഞ്ഞളൊരു കുറ്റി അടിച്ച് വെച്ചു. പിറ്റോൺ ഇൻ ദ വോൾ ആൻഡ് ഐ ഹാഡ് സംഹൗ ടു ഹോൾഡ് ഓൺ ടു ഇറ്റ്. ദർ വാസ് നോ അതർ വേ. ഇറ്റ് വാസ് ടെറിബിൾ. മൈ യൂസ്ലെസ് ഫീറ്റ്. ഇവൻ പറയുക എൻ്റെ ഉപയോഗപ്രദമല്ലാത്ത തരത്തിലുള്ള പാദങ്ങൾ അത് പലതവണ സ്ലിപ്ഡ് ഓൺ ദ ഐസ് ആൻഡ് ഐ കുഡ് നോട്ട് ഗ്രാസ്പ് ദ തിൻ ലൈൻ. ഐ ട്രൈഡ് വൈൻഡിങ് ഇറ്റ് റൗണ്ട് മൈ സോളൻ ഹാൻഡ്സ്. സോളൻ എന്ന് വെച്ചാൽ വീർത്ത കൈകൾ. ബട്ട് ദ സ്കിൻ ബ്രോക്ക് ഇൻ സെവറൽ പ്ലേസസ്. തൊലി പല സ്ഥലങ്ങളിലും പൊട്ടി. ഗ്രേറ്റ് സ്ട്രിപ്സ് കെയിം എവേ ആൻഡ് സ്റ്റക്ക് ടു ദ റോപ്പ്. യെറ്റ് ഐ ഹാഡ് ടു കണ്ടിന്യൂ. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിൽ പോലെ എനിക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. എയില കെയർഫുൾ. ഇപ്പം ഞാൻ എയിലയോട് പറഞ്ഞു കെയർഫുൾ, എന്നെ വളരെ ശ്രദ്ധിച്ച് പിടിച്ചുകൊള്ളുക. ടു സേവ് മൈ ഹാൻഡ്സ് ഐ നൗ ലെറ്റ് ദ റോപ്പ് സ്ലൈഡ് ഓവർ മൈ ഗുഡ് ഫോറാം എന്ന് വെച്ചാൽ മുൻകൈ. And then lowered myself in jerks. To save my hands, I now let the rope slide over my good forearm. അപ്പം ഞാനത് എൻ്റെ കൈകളെ സുരക്ഷിതമാക്കാൻ എന്ത് ചെയ്തു? റോപ്പ് എൻ്റെ മുൻകൈകളിലൂടെ ചുറ്റി. And then lowered myself in jerks to fall about a yard at the bottom with a jolt, and that did further damage to my feet. I heard a crack but felt nothing. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഒരു ക്രാക്ക് സൗണ്ട് കേട്ടു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. റിബൂഫാറ്റ് ആൻഡ് ഷെയർപാസ് ഫോളോ ഇറ്റ് സേഫ്ലി. എന്നെ ഫോളോ ചെയ്ത് റിബൂഫാറ്റും ഷെയർപാസും വന്നു. ബട്ട് ഇറ്റ് ഓൾ ടുക്ക് ആൻ എൻഡ്ലെസ് ടൈം ആൻഡ് ഐ വാസ് ജസ്റ്റ് എബൌട്ട് അറ്റ് ദ ലിമിറ്റ് ഓഫ് മൈ സ്ട്രെങ്ത് ആൻഡ് റെഡി ടു ഗീവ് അപ്പ്. ഇവിടെ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ തോൽക്കാൻ. ഗീവ് അപ്പ് മീൻസ് തോൽക്കാൻ. അതുകൊണ്ട് നമ്മൾ നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ തോൽക്കരുത് എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ശക്തി മുഴുവൻ പോകുന്നതായിട്ട് തോന്നി. ഞാൻ തോക്കാൻ റെഡിയായി. ഫാർ ബിലോ ഐ കുഡ് സീ ദ ടെൻസ്. അപ്പോൾ ഒരുപാട് താഴെ നമുക്ക് ടെൻ്റ് അടിച്ചിരിക്കുന്നത് കാണാം. and told myself I would keep going for another hour and then lie down in the snow. I told myself. ഇപ്പോൾ അകലെ എനിക്ക് ടെൻറ്റുകൾ കാണാൻ സാധിക്കും, കൂടാരങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ അവിടം വരെ എത്തുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. സെറ്റിംഗ് ദിസ് ലിമിറ്റ് സംവാട്ട് ചീർഡ് മീ. പക്ഷേ ഇങ്ങനെ പല പരിമിതികളും ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് എനിക്കൊരു ഉത്സാഹം ഉണ്ടായി. സംവാട്ട് എന്തോ ഒരു കാര്യം എന്നെ ചീർ മീൻസ് പ്രോത്സാഹിപ്പിച്ചു. Though I kept sleeping and it was a miracle that the Sherpas held me.
അപ്പോൾ പലതവണ ഞാനിങ്ങനെ സ്ലിപ്പ് ചെയ്ത് വീഴാൻ പോയെങ്കിലും എന്നെ ആരെ പിടിച്ച് ഷെർപ്പാക്കൾ എന്നെ പിടിച്ചു. വെൻ വി കെയിം ടു ദ സെക്കൻഡ് ആൻഡ് ബിഗർ ഐസ് ബോൾ വി ഹാഡ് ടു ഡീസെൻറ്റ്. പിന്നെ ഞങ്ങൾ അടുത്ത ഐസ് ബൗൾ കടന്നു. അതും ഇത് മുമ്പത്തെ പോലെ എക്സ്പ്ലോഡ് ചെയ്ത് അവലാഞ്ചി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഐ കുഡ് നോട്ട് ഈവൻ ബിഗിൻ ടു സീ ഹൗ ഐ വാസ് ടു ഗെറ്റ് ഡൗൺ. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അവിടെ നിന്ന് കടന്നത്. ഐ ടുക്ക് ഓഫ് വൺ ഗ്ലോവ് ആൻഡ് ദ ബ്ലഡ് സോക്ഡ് സ്കാർഫ്. ബ്ലഡ് സോക്ഡ് സ്കാർഫ് എന്ന് പറഞ്ഞാൽ, സ്കാർഫ് നിങ്ങൾക്കറിയാം തലയിൽ കെട്ടുന്ന തുണിയാണ്. അപ്പോൾ അതായത് ബ്ലഡിൽ മുക്കിയിരുന്ന തരത്തിലുള്ള സ്കാർഫ്. ഐ ടുക്ക് ഓഫ് വൺ ഗ്ലോവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗ്ലൗസ് എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ചാണ്. ഒരെണ്ണം തന്നെ ആകുമ്പോൾ നമ്മൾ ഗ്ലോവ് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, എൻ്റെ ഗ്ലൗവ് എടുത്തു, അതുപോലെ ബ്ലഡ് സോക്ഡ് സ്കാർഫ് എടുത്തു. ആൻഡ് റാപ്പിഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ പൊതിയുക, കെട്ടുക. മൈ അതർ ഹാൻഡ്, ഞാൻ ബ്ലഡിൽ പൊതിഞ്ഞിരുന്ന ആ സ്കാർഫ് എടുത്ത് എൻ്റെ മറ്റേ കൈ കെട്ടുകയും ഗ്ലൗസ് ഒരെണ്ണം എടുക്കുകയും ചെയ്തു. മൈ ഫിംഗേഴ്സ് വുഡ് ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദംസെൽസ് പ്ലേസിങ് സാർക്ക് ആൻഡ് ഏലിയ അറ്റ് ദെയർ യൂഷ്വൽ സ്റ്റാൻഡ്സ് വേർ ദേ കുഡ്. അതുപോലെ തന്നെ എൻ്റെ വിരലുകൾ എന്ത് ചെയ്തു, എൻ്റെ വിരലുകൾ ചലിപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ദേ കുഡ് ടേക്ക് ദ സ്ട്രെയിൻ ബൈ ഫേംലി ബ്രേസിംഗ് ദംസെൽസ് അഗൈൻസ്റ്റ് വൺ അനദർ. ഐ ഡിഡ് മൈ ബെസ്റ്റ് ടു ഗ്രാസ്പ് ദ റോപ്പ് ബിറ്റ്വീൻ ബ്ലീഡിങ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ്. തമ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തള്ളവിരൽ. അപ്പം ഞാൻ എൻ്റെ ഈ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൈവിരലുകളും അതുപോലെ തന്നെ തള്ളവിരലും തമ്മിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ റോപ്പിൽ പിടിക്കാൻ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. I did my best to grab the rope between the bleeding fingers and the thumb and started off. If I let go, I should fall. ഞാനിപ്പം എൻ്റെ ഈ വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കാതെ റോപ്പിൽ പിടിക്കാതിരുന്നെങ്കിൽ എന്നാ പറ്റും, ഞാൻ താഴേക്ക് വീഴേണ്ടി വരും. If I held on, what should remain of my hands? But I had to hold on. എനിക്ക് പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചേനെ എന്നുള്ള മീനിങ്ങിലാണ്. ഈച്ച് ഇഞ്ച് വാസ് എ ടോർച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പീഡനം അനുഭവിക്കുന്ന രീതിക്ക്. ഓരോ ഇഞ്ചും എങ്ങനെയാണ് വളരെ ടോർച്ചർ അനുഭവിക്കുന്ന രീതിക്കാണ് നീങ്ങിയത്. സോ ഈച്ച് ഇഞ്ച് വാസ് എ ടോർച്ചർ, ഓരോ ഇഞ്ചും എനിക്ക് പീഡനം അനുഭവിക്കുന്ന രീതിക്കായിരുന്നു. ദ റോപ്പ് വാസ് ബ്ലഡ് സ്റ്റെയിൻഡ്, അതുപോലെ തന്നെ കയറിൽ മുഴുവൻ ബ്ലഡായി. ദ സൈഡ് ഓഫ് മൈ ഹാൻഡ് മെയ്ഡ് മീ ഫീൽ സിക്ക്. അപ്പോൾ എൻ്റെ കൈകളുടെ ഈ അവസ്ഥ എന്നെ ഒരു രോഗിയാക്കി മാറ്റി. ദ ഫ്ലഷ് വാസ് ലെയ്ഡ് ബെയർ, മാംസം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെയാണ് ഇരുന്നിരുന്നത്. ദ ടെംപ്റ്റേഷൻ എന്ന് വെച്ചാൽ ആ ഒരു പ്രേരണ. ദ ടെംപ്റ്റേഷൻ വാസ് ടു ടിയർ ഓഫ് ദ ലോസ് സ്ട്രിപ്സ് ഓഫ് സ്കിൻസ്. അപ്പം ഇത് പലതവണ ഈ തൊലി പൊളിച്ച് കളയാൻ തോന്നി. ബട്ട് എക്സ്പീരിയൻസ് ഹാഡ് തോട്ട് മീ ദീസ് മൈറ്റ് ഹേസ്റ്റൻ ദ ഹീലിംഗ് ലേറ്റർ ഓൺ. പക്ഷേ ഞാൻ ഈ തൊലി പൊളിച്ച് കളഞ്ഞാൽ എന്നാ പറ്റും, എനിക്ക് ഹീലിംഗ് കുറയും. ഹീലിംഗ് എന്ന് വെച്ചാൽ സുഖപ്പെടൽ എന്ന് പറയുന്നതിന് സമയം പിന്നെ എടുക്കും. കാരണം ഇതിനു മുന്നേ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. I try to break with my stomach, my shoulders. When would this agony എന്ന് വെച്ചാൽ ആ വേദന, വലിയ വേദനയ്ക്കാണ് നമ്മൾ ആഗണി എന്ന് വെച്ചാൽ. ഈ വലിയ വേദന എപ്പോൾ അവസാനിക്കുമെന്ന് ചോദിക്കുകയാണ്. ഐ റീച്ച് ദ നോസ് ഓഫ് ഐസ്, ഞാൻ ഐസിൻ്റെ മൂക്കിൻ തുമ്പത്തെത്തി എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു മധ്യഭാഗത്തെത്തി. വിച്ച് ഐ ഹാഡ് കട്ട് ഓൺ ദ ആസെൻറ്റ് ആൻഡ് ഫീലിംഗ് വിത്ത് മൈ ലെഗ്സ് ടച്ച്ഡ് ഓൺലി ഐസ്. ഐ കോൾഡ് ഇൻ പാനിക് ടു ദ ഷെർപ്പാസ് ആൻഡ് ദേ ലെറ്റ് ഔട്ട് മൈ റോപ്പ് ഫാസ്റ്റർ. ഞാൻ നിരാശയിൽ ഷെർപ്പാസിനെ വിളിച്ചു. അവരെന്ത് ചെയ്തു, ലെറ്റ് ഔട്ട് മൈ റോപ്പ് ഫാസ്റ്റർ, എൻ്റെ റോപ്പ് അയച്ചു വിട്ടു. വിച്ച് മെൻ ദാറ്റ് ഫ്രിക്ഷൻ ഓഫ് ദ ഫിക്സഡ് റോപ്പ് ഓൺ മൈ ഹാൻഡ്സ് ഇൻക്രീസ്ഡ്. അവർ റോപ്പ് അയച്ചപ്പോൾ എന്നാ പറ്റി, എൻ്റെ കൈകളും റോപ്പുമായിട്ടുള്ള ഫ്രിക്ഷൻ കൂടി. ദേ വെർ ഇൻ ആൻ അപ്പാലിംഗ് സ്റ്റേറ്റ് ആൻഡ് ഫെൽറ്റ് ആസ് തോട്ട് ദ ഫ്ലഷ് വാസ് ബീയിങ് ടോൺ ഓഫ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കീറുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ഈ മാംസം കീറിപ്പോകുന്ന പോലെ തോന്നി. ബട്ട് അറ്റ് ലാസ്റ്റ് ഐ ഫെൽറ്റ് ദ ലെഡ്ജ്. നൗ ഐ മസ്റ്റ് ഗോ 3 ട്രിക്കി യാർഡ്സ്. ഇനി എനിക്ക് എന്താ വളരെ ബുദ്ധിപൂർവ്വം കിടക്കേണ്ട 3 യാർഡ് കൂടെയുണ്ട്. ദെൻ ഇറ്റ് വാസ് ഓവർ ആൻഡ് ഐ കൊളാപ്സ്ഡ് വേസ്റ്റ് ഡീപ്പ് ഇൻ സ്നോ. ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അര, അതായത് അര മഞ്ഞിൽ പതിയുന്ന രീതിക്ക് ഞാനവിടെ ഇരുന്നു. ഞാൻ കുഴഞ്ഞു വീണു. ഐ കൊളാപ്സ്ഡ്, ഞാൻ കുഴഞ്ഞു. വേസ്റ്റ് ഡീപ്പ് ഇൻ സ്നോ, എൻ്റെ അരയോളം മഞ്ഞ് മൂടി. വെൻ ഐ ഹാപ്പ് ഓപ്പൺഡ് മൈ ഐസ്, ഞാൻ പകുതി കണ്ണു തുറന്നപ്പോൾ എന്നാ പറ്റി, റിബുഫാറ്റ്, എയില ആൻഡ് സാർക്കി വെയർ വിത്ത് മീ. എന്നോടൊപ്പം റിബുഫാറ്റ് ഉണ്ടായിരുന്നു, എയില ഉണ്ടായിരുന്നു, സാർക്കി ഉണ്ടായിരുന്നു. ആൻഡ് പോയിൻറ്റഡ് ഔട്ട് ടു ഷെർപ്പാസ് still a long way off coming to meet us from Camp 2, now distinctly visible. Coming to meet us from the Camp 2 and pointed out 2 Sherpas still a long way off coming to meet us from the Camp 2. അപ്പോൾ ക്യാമ്പ് 2 നിന്ന് വന്ന് 2 ഷെർപ്പാസ് കൂടെ ഉണ്ടായിരുന്നു. now distinctly visible.
ദൂരെയായിട്ട് അവരെ കാണാൻ സാധിക്കുമായിരുന്നു. ഐ ഹാഡ് ടു റൈസ് മൈസെൽഫ് ബട്ട് ദ ഫ്രോസ്റ്റ് ബൈറ്റ് സീംഡ് ടു ഹാവ് റീച്ച്ഡ് മൈ കാവ്സ് ആൻഡ് എൽബോസ്. അപ്പം എൻ്റെ കൈമുട്ടിനെയും കൈകളെയും ഒക്കെ ഇതുപോലെ ഈ മരവിപ്പ് ഇപ്പോഴും ഫ്രോസ്റ്റ് ബിറ്റനായിട്ടുള്ള ഈ സിറ്റുവേഷൻ, ഫ്രോസ്റ്റ് ബിറ്റൻ എന്ന് വെച്ചാൽ മഞ്ഞിൽ മരവിച്ച ആ ഒരവസ്ഥ, മഞ്ഞ് കടിച്ച എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. ഫ്രോസ്റ്റ് ബിറ്റൻ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മീനിങ് ആ മഞ്ഞിനാൽ മരവിക്കപ്പെട്ട അവസ്ഥയിലാണ് എൻ്റെ കൈമുട്ടുള്ളത്. സാർക്കി പുട്ട് ഓൺ മൈ ഗ്ലാസസ് ആൻഡ് മൈ വൺ ഗ്ലോവ്. സാർക്കി എന്നായത് എൻ്റെ ഒരു ഗ്ലോവ്സും അതുപോലെ തന്നെ എൻ്റെ ഒരു ഗ്ലോവും എൻ്റെ ഗ്ലാസും വെച്ച് തന്നു. ആൻഡ് ട്രൈ ടു കവർ ദ ഹൊറിബിൾ സൈറ്റ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് വിത്ത് സ്കാർഫ്. എൻ്റെ ഇടത്തെ കൈയുടെ ആ ഒരു പോയിരിക്കുന്ന ഭാഗം എന്നാ ചെയ്തു, അത് സ്കാർഫ് വെച്ച് കവർ ചെയ്യാൻ നോക്കി. ആസ് ദ ഫാൻറ്റാസ്റ്റിക് ഡീസൻറ്റ് കണ്ടിന്യൂഡ്. പിന്നെ ഞങ്ങളുടെ ഫാൻറ്റാസ്റ്റിക് യാത്ര കണ്ടിന്യൂ ചെയ്തു. നൗ ത്രൂ സ്വെലിംഗ് മിസ്റ്റ് ഐ വാസ് ഷുവർ. മിസ്റ്റ് എന്ന് വെച്ചാലും മഞ്ഞ് തന്നെയാണ്. ഐ വാസ് ഷുവർ ഈച്ച് സ്റ്റെപ്പ് മസ്റ്റ് ബി മൈ ലാസ്റ്റ്. അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അവസാന സ്റ്റെപ്പ് എന്നുള്ള വിചാരിച്ചാണ് നടന്നത്. സ്നോ പ്രസൻ്റ്ലി ബിഗാൻ ടു ഫോൾ. ഇപ്പോൾ എന്താ, മഞ്ഞ് വീണ്ടും വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് വി ഹാഡ് എ ലോങ് ട്രാവേഴ്സ് ഓവർ വെരി അൺസേഫ് ഗ്രൗണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ അൺസേഫ് ആയിട്ടുള്ള ഗ്രൗണ്ടിലാണ്. അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. വെൻ വി റീച്ച്ഡ് ദ അവലാഞ്ചെ കോൺ. അവലാഞ്ച് ഉണ്ടാകുന്ന ആ ഒരു കോണിൻ്റെ എത്തിയപ്പോൾ എന്നാ പറ്റി, ഐ റെക്കഗ്നൈസ്ഡ് ഭൂതാർക്കി ആൻഡ് അങ്ദാവ ക്ലൈംബിംഗ് ടുവേഴ്സസ്. ഞങ്ങളുടെ നേർക്ക് ഭൂതാർക്കിയും അതുപോലെ അങ്ദാവയും വരുന്നുണ്ട്. അങ്ദാവ മസ്റ്റ് ഹാവ് ബീൻ ആൻഷ്യസ് അബൌട്ട് ഹിസ് ബ്രദേഴ്സ് എയ്ല ആൻഡ് പാൻസി. ആങ്ഡാവ എന്തായിരുന്നു, പുള്ളിയുടെ ബ്രദേഴ്സായിട്ടുള്ള എയ്ലയും പാൻസിയെയും കുറിച്ച് അന്വേഷിച്ചു. എയ്ല വാസ് വിത്ത് അസ് ബട്ട് വാട്ട് ഓഫ് പാൻസി. പാൻസിയെ പറ്റി ഒന്നും പറയാനില്ല. ദെയർ ഷൗട്ടഡ് ക്വസ്റ്റ്യൻസ് വെയർ അൺആൻസേർഡ് ബിഫോർ ദെയർ റീച്ചഡ് അസ്. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളുണ്ടായി. പാൻസി എവിടെ, അവനെ കണ്ടില്ലല്ലോ, ഇങ്ങനെയുള്ള. പക്ഷേ പാൻസിയെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്കൊരു ഉത്തരം ഇല്ലായിരുന്നു. ഐ ഹേവ്ഡ് എ ഡീപ്പ് സൈ ഓഫ് റിലീവ്. അപ്പം എനിക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു നേരിയ തോത് തോന്നി. റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, സൈ എന്ന് വെച്ചാൽ നെടുവീർപ്പ്, ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ നെടുവീർപ്പ് എനിക്ക് ഉണ്ടായി. ഐ കുഡ് അറ്റ് ലാസ്റ്റ് ലേ ഡൗൺ എ ബേർഡൻ ടു ഹെവി ഫോർ മീ. അപ്പം ഞാൻ ഒടുവിലൊരു ഭാരം ഇറക്കി വെച്ചെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ലേ ഡൗൺ എന്ന് വെച്ചാൽ ഇറക്കി വെച്ചു. ബേർഡൻ എന്ന് വെച്ചാൽ ഭാരം ഇറക്കി വെച്ചതായിട്ട് എനിക്ക് തോന്നി. ടു ഹെവി ഫോർ മീ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു ഭാരം ഞാൻ ഇറക്കി വെച്ച പോലെ ഞാൻ അവിടെ ഇരുന്നു. ഭൂതാർക്കി വാസ് അറ്റ് മൈ സൈഡ്. ഭൂതാർക്കി എൻ്റെ സൈഡിലുണ്ടായിരുന്നു. സ്മൈലിംഗ് ഡൗൺ അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ വാത്സല്യത്തോടുകൂടി എന്നെ നോക്കി സ്മൈൽ ചെയ്തിട്ട് ഭൂതാർക്കി ഇപ്പോണ്ട്. ഹൗ ഡെയർ എനി വൺ തിങ്ക് സച്ച് പീപ്പിൾ പ്രിമിറ്റീവ്. ഹൗ ഡെയർ എനി വൺ തിങ്ക്. അപ്പം സാധാരണഗതിയിൽ ഷെയർപാസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ അവരെ പുരാതനമായിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പം ഇദ്ദേഹം നമ്മളോട്, മൗറിസ് ഹെർസോ നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ സ്മൈലോടുകൂടെ നിൽക്കുന്ന ഈ ഭൂതാർക്കിയെ, അതുപോലെ ഇവരെ ഇത്രയും നേരം സഹായിച്ച ഈ ഷെയർപാസ്, അവരെ എങ്ങനെ നമ്മൾ പ്രിമിറ്റീവ് എന്ന് വിളിക്കും. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ പുരാതനമായിട്ടുള്ള ആളുകൾ. ഹൗ ഡെയർ എനിവൺ തിങ്ക് സച്ച് പീപ്പിൾ. ഡെയർ എന്ന് വെച്ചാൽ ധൈര്യപ്പെടുക. ഹൗ ഡെയർ എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു അവരെ ഇങ്ങനെ പ്രിമിറ്റീവ് എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ അവരെ പ്രിമിറ്റീവ് എന്ന് വിചാരിക്കാൻ. ദ ഷെയർപാസ് പുട്ട് ഡൗൺ ദ സാക്സ്. ഷെയർപാസ് എന്നായത് സാക്കുകൾ കൊണ്ടുവന്നു. സാക്ക് എന്ന് വെച്ചാൽ ചാക്ക്. അൺകോർക്ക്ഡ് ദെയർ ഫ്ലാസ്ക്. അതുപോലെ തന്നെ ഫ്ലാസ്കുകളുടെ മുകളിലത്തെ അടപ്പെടുത്തു. ജസ്റ്റ് ഡ്രിങ്ക് എ ഫ്യൂ മൗത്ത് ഫുൾസ്. എന്തിനാ ഫ്ലാസ്ക് തുറന്നത്, കുറച്ച് വാട്ടർ കൊടുക്കാൻ. ഭൂതാർക്കി ലോവേഡ് ഹിസ് ഐസ് ടു മൈ ഹാൻഡ്സ് ദെൻ റേസ്ഡ് ദം ആസ് ഇഫ് എംബറാസ്ഡ്. വിസ്പറിങ് എന്ന് വെച്ചാൽ ചെറിയ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത്. വിത്ത് ഇൻഫിനിറ്റ് സോറോ പുവർ ബാരാ സാഹിബ് ആ. ഭൂതാർക്കി ഇതുവനെ നോക്കി പറഞ്ഞു, പുവർ ബാരാ സാഹിബ് ആ. ക്യാമ്പ് 2 വാസ് നിയർ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ക്യാമ്പ് 2ലേക്ക്. ഭൂതാർക്കി വാസ് സ്മോളർ ദാൻ ഐ ബട്ട് ഐ ഗ്രിപ്ഡ് ഹിംസ് ക്ലോസ്. ഭൂതാർക്കി എന്നെക്കാളും ചെറുതാണ്, പക്ഷേ ഞാൻ അവനോട് ചേർന്നാണ് പോകുന്നത്. ലീനിങ് ഓൺ ഹിം മോർ ആൻഡ് മോൺ. ലീനിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചാരി, ലീനിങ് ഓൺ ഹിം, അപ്പോൾ അവനെ ചാരിയാണ് ഞാൻ പോകുന്നത്. ആൻഡ് മോർ ഗെയിനിങ് സ്ട്രെങ്ത് ഫ്രം ഹിസ് വാംത്ത്. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് കുറേ ചൂടും പറ്റിയാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഐ സ്റ്റാഗേർഡ് ഓൺ വിത്ത് ജെർക്കി സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അലസമായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് വെച്ചാൽ എനിക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല. അങ്ഡാവ സേഫ് ഗാർഡിങ് ആസ് ബോത്ത്. ഞങ്ങൾ രണ്ടുപേരെ സുരക്ഷിതരാക്കിക്കൊണ്ട് അങ്ഡാവ ഞങ്ങളോടൊപ്പം ഉണ്ട്. വിത്തൗട്ട് ഭൂതാർക്കീസ് ഹെൽപ്പ് കുഡ് ഐ എവർ ഹാവ് മെയ്ഡ് ദോസ് ലാസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഈ അവസാനത്തെ ഈ സ്റ്റെപ്പുകൾ, ഈ നടപ്പിൻ്റെ അവസാനത്തെ ഈ സ്റ്റെപ്പുകൾ എനിക്ക് ഭൂതാർക്കിയുടെ ഹെൽപ്പില്ലാതെ നടക്കാൻ പറ്റുമായിരുന്നോ?
മൈ ഫ്രണ്ട്സ് സെറ്റിൽഡ് മീ ഇൻ എ ടെൻറ്റ് റെഡി പ്രിപ്പയർ ടു റിസീവ് us. അവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ, ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഐ റിലാക്സ്ഡ് ടു എൻജോയ് ദിസ് ന്യൂ എക്സിസ്റ്റൻസ്. ഞാനപ്പം ഈ പുതിയ ഒരു എക്സിസ്റ്റൻസ് കണ്ട് ഞാൻ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയി. തോ ഐ ന്യൂ ഇറ്റ് മസ്റ്റ് ബി ബ്രീഫ്. പക്ഷേ എനിക്കറിയാം ഈ ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, ഈ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് നേരത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരാശ്വാസം. ഇത് അതേഴ്സ് വെയർ നോട്ട് ഫാർ ബിഹൈൻഡ്. ബാക്കിയുള്ളവർ എന്നെക്കാൾ ഒരുപാട് പുറകിലായിരുന്നില്ല. റിബൂഫാറ്റ് ഫസ്റ്റ് ലുക്കിംഗ് ഘാസ്ലി വിത്ത് ബ്ലഡ് ഓൺ ഹിസ് ഫേസ് ആൻഡ് ഹോബ്ലിംഗ് ഓൺ ദ ഫ്രോസ്റ്റ് സ്ട്രിക്കൻ ഫീറ്റ്. ഇപ്പോൾ റിബൂഫാറ്റ് മുഖത്ത് ബ്ലഡും കാല് മരവിച്ച അവസ്ഥയിലും കാലിലിങ്ങനെ മരവിച്ച് കാലിലെ തൊലി പോയ അവസ്ഥയിലും ഒക്കെ ആയിട്ട് അവൻ പുറകെ വരുന്നുണ്ട്. ഹി വാസ് ആൻഡ്രസ്ഡ് ആൻഡ് പുറ്റ് ടു ബെഡ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് മുഴുവൻ ഇപ്പം പോയിരുന്നു. ഡ്രസ്സ് മുഴുവൻ പോയിരുന്നല്ല, ഹി വാസ് അൺഡ്രസ്ഡ്. അവൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് അവൻ എന്നെ ചെയ്തു, ബെഡിൽ കിടത്തി. ലാക്കനൽ ഫോളോവിഡ് ബ്ലൈൻഡ് എക്സോസ്റ്റഡ്. ലാക്കനൽ അവനെ പിന്തുടർന്ന് വരുന്നുണ്ട്. എങ്ങനെ, ഇപ്പോൾ അന്ധമായ രീതിയിൽ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച്. ഫ്രോസ്റ്റ് ബിറ്റൻ, അവനും ഫ്രോസ്റ്റ് ബിറ്റനായിട്ടാണ്. ഹൗ ഡിഡ് ഹി മാനേജ് ദാറ്റ് ഡേഞ്ചറസ് റൂട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവന്മാർ ഈ ഡേഞ്ചറസ് റൂട്ട് മാനേജ് ചെയ്ത് വന്നത്? ഹി ഗോട്ട് ഓവർ ദ ലിറ്റിൽ ക്രിവാസെ ഇൻ ഹിസ് പാത്ത് ബൈ ലെറ്റിംഗ് ഹിംസെൽഫ് സ്ലൈഡ് ടു ദ ബോട്ടം ആൻഡ് ദെൻ കൂസി ക്യാച്ചിങ് ഹിം ഗേവ് ഹിം ഇൻവാല്യുബിൾ അസിസ്റ്റൻസ്. ഇപ്പോൾ കൂസിയുടെയൊക്കെ സഹായത്തോടെയാണ് അവൻ വന്നത്. ഗേവ് ഹിം ഇൻവാല്യുബിൾ അസിസ്റ്റൻസ് തോ ഹെൽഡ് ഓൺ എ റോപ്പ് ബൈ ഷാറ്റ്സ് ഹു വാസ് സ്റ്റിൽ ഇൻ ദ ഫൈൻ ഫെറ്റിൽ. ടെറൈസ് അപ്പിയറൻസ് ആസ് ഇച്ചാക്ക് ഗ്രീറ്റഡ് മീ. പിന്നെ ടെറ വരുന്നു. ടെറ ആരാ? ഇച്ചാക്ക് എന്ന് പറയുന്ന വ്യക്തി ഗ്രീറ്റ് ചെയ്യുന്നു വെച്ചാൽ അഭിവാദനം അർപ്പിക്കുക. ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന പോലെ നമ്മൾ അഭിവാദനം അർപ്പിച്ച് ഇവനെ ഗ്രീറ്റ് ചെയ്യുന്നു. ആസ് ഇച്ചാക്ക് ഗ്രീറ്റഡ് ഹിം വാസ് പിറ്റിഫുൾ. ടെറയുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ സഹതാപൂർവമാണ്. പിറ്റിഫുൾ എന്ന് വെച്ചാൽ സഹതാപം അർഹിക്കുന്ന രീതിയിൽ. ഹി വാസ് ബ്ലൈൻഡ് ആൻഡ് ക്ലിങ്ങിങ് ടു അങ്താർക്കി. അവനും ഇപ്പോൾ നേരെ ഇവ കണ്ണ് കാണത്തില്ല. അവന് അങ്താർക്കിയെ ചാരിയാണ് വരുന്നത്. ഹിസ് ബിയർഡഡ് ഫേസ് എന്ന് പറഞ്ഞാൽ താടി നിറഞ്ഞ. ബിയർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബിയർഡ് എന്ന് വെച്ചാൽ താടി. ബിയർഡഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, താടി നിറഞ്ഞ ഫേസ് വാസ് ഡിസ്റ്റോർട്ടഡ് ഓൺ ടു എ ഡ്രെഡ്ഫുൾ ഗ്രീൻ ഓഫ് പെയിൻ. ഇവിടെ താടി നിറഞ്ഞ മുഖത്തും നമുക്ക് ആ വേദന കാണാൻ സാധിക്കുമായിരുന്നു. ആൻഡ് യെറ്റ് ബെയർലി ഏബിൾ ടു ഡ്രാഗ് ഹിംസെൽഫ് ഫോർവേഡ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവൻ എങ്ങനെയും